ഹായ് ഗൈസ് വെൽക്കം ടു ദ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൂസിൽ ക്ലിഫ്റ്റൺ എഴുതിയ വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എഴുത്തുകാരിയെ പരിചയപ്പെടാം. ലൂസിൽ ക്ലിഫ്റ്റൺ. ഇവർ ജനിക്കുന്നത് 1936 ജൂൺ 27-നാണ്. മരണപ്പെടുന്നത് 2010 ഫെബ്രുവരി 13. അതായത് ഇവർക്ക് 73 വയസ്സുള്ള സമയത്താണ് ഇവർ മരണപ്പെടുന്നത്. ലൂസിൽ ക്ലിഫ്റ്റൺ പ്രശസ്തയായൊരു അമേരിക്കൻ കവയിത്രിയാണ്. കറുത്ത വർഗക്കാരിയായ ഇവർ മാതൃത്വം തുടിക്കുന്നതും സ്വന്തം വർഗക്കാരുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന രചനകളുമാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. 2007 റൂത്ത് ലില്ലി കവിതാ പുരസ്കാരം ലഭിച്ചത് ഇവർക്കാണ്. ഈ പുരസ്കാരത്തിന് അർഹയാകുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരിയാണ് ഇവർ. വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്ന കവിത ഒരു മോഡേൺ സോണറ്റ് ആണ്. കവിതയ്ക്ക് 14 ലൈൻസ് ആണുള്ളത്. ഇപ്പോൾ 14 ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സോണറ്റ് ആണ്. പിന്നെ ഫ്രീ വേഴ്സ് സോണറ്റ് ആണ്. ഫ്രീ വേഴ്സ് സോണറ്റിനെ അമേരിക്കൻ സോണറ്റ് എന്നുകൂടി വിളിക്കാറുണ്ട്. ഈ കവിതയിലെ എഴുത്തുകാരിയുടെ ലൈഫ് ജേണി, അവരുടെ ഒരു ജീവിതയാത്ര വായനക്കാർക്ക് ഈ കവിതയിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈ പോയത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറയാനാണെങ്കിൽ കൂടി ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. മറ്റൊരു കാര്യം, ഈ പോയത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സോണറ്റ് റൈമിംഗ് സ്കീമും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് പോയം നോക്കാം. വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ what I have shaped into a kind of life. I had no model, born in Babylon, both non-white and woman. What did I see to be except myself? I made it up here on this bridge between starshine and clay. My one hand holding tight, my other hand. Come celebrate with me that every day something has tried to kill me and has failed. സമ്മറി നോക്കാം. വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ വാട്ട് ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ്. ഇവിടെ പറയുന്നത് പോയറ്റ് അവരുടേതായിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്തു എന്നാണ്. അവർ രൂപപ്പെടുത്തി എടുത്ത ആ പോയറ്റിൻ്റെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ വായനക്കാരോട് അവരുടെ കൂടെ വരാമോ എന്നാണ് കവയിത്രി ചോദിക്കുന്നത്. ഇവിടെ ബാബിലോൺ എന്ന് പറയുന്നത്, അവർ ബാബിലോണിലാണ് ജനിച്ചത്. ബാബിലോണ് ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. ബോത്ത് നോൺ വൈറ്റ് ആൻഡ് വുമൺ, വാട്ട് ഡിഡ് ഐ സീ ടു ബി എക്സെപ്റ്റ് മൈസെൽഫ്. ഇവിടെ നോൺ വൈറ്റ് എന്ന് പറഞ്ഞാൽ കറുത്തിട്ടാണ് എന്നാണ് പറയുന്നത്. എൻ്റെ നിറം കറുപ്പാണ്, തൻ്റെ കളറ് കറുപ്പാണെന്ന് ഡയറക്റ്റായിട്ട് എഴുത്തുകാരി പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ നോൺ വൈറ്റ് ആണ്, കൂടാതെ ഞാനൊരു സ്ത്രീ കൂടിയാണ്. ബ്ലാക്ക് കളർ ആയതിനാലും ഒരു സ്ത്രീ ആയതുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളാണ് എഴുത്തുകാരി എന്നാണ് ഈ വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐ മെയ്ഡ് ഇറ്റ് അപ്പ് ഹിയർ ഓൺ ദിസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സ്റ്റാർഷൈൻ ആൻഡ് ക്ലേ. ഞാൻ സ്റ്റാർഷൈനിൻ്റെയും ക്ലേയുടെയും ഇടയിലുള്ള ആ ബ്രിഡ്ജിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെയാക്കി മാറ്റിയത് സ്റ്റാർഷൈനിൻ്റെയും ക്ലേയുടെയും ഇടയിലുള്ള ആ ബ്രിഡ്ജിൽ നിന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റാർഷൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആണ്. ക്ലേ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് മാൻ. മൈ വൺ ഹാൻഡ് ഹോൾഡിംഗ് ടൈറ്റ്, മൈ അതർ ഹാൻഡ്. Come celebrate with me that every day something has tried to kill me and has failed. പോയിട്ട് അവരുടെ ഒരു കൈ കൊണ്ട് അവരുടെ മറ്റേ കൈ നല്ല ടൈറ്റായി പിടിച്ചിട്ടുണ്ട്. ശേഷം വായനക്കാരോട് പറയുകയാണ്, കം സെലിബ്രേറ്റ് വിത്ത് മീ, വരൂ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ലൈഫിൽ അവർ മാനസികമായി ഒരുപാട് തളർന്നിട്ടുണ്ട്, അവരൊരുപാട് തളർത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അവരെല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഒരുപാട് കഷ്ടതകൾ അവർ സ്ത്രീയായി ജനിച്ചതുകൊണ്ടും അവരുടെ കളറിൻ്റെ പേരിലും ഒരുപാട് തടസ്സങ്ങൾ അവരെ തളർത്തി, അല്ലെ ഓരോരോ ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ട് അവരെ മനസ്സിനെ തകർത്തെങ്കിലും അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ജീവിതത്തിൽ. പ്രശ്നങ്ങൾ ഒരുപാട് അവരെ തകർക്കാൻ വേണ്ടി വന്നിരുന്നെങ്കിലും അതിനിടയിൽ നിന്നുകൊണ്ട് സ്പീക്കർ അവരുടേതായ ലൈഫ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്.